MG സർവകലാശാല കലോത്സവത്തിൽ പോയിന്റ് നിലയിൽ കൊച്ചി തേവര സേക്രഡ് ഹാർട്ട് കോളേജിന്റെ ആധിപത്യം തുടരുകയാണ്. 5ാം ദിവസത്തിലേക്ക് കലോത്സവം കടക്കുമ്പോൾ തേവര SH കോളേജിന് 47 പോയിന്റുകൾ കിട്ടി. അവർ ഇപ്പോൾ 1ാമത്തെ സ്ഥാനം അലങ്കരിക്കുന്നു. 34 പോയിന്റുമായി എറണാകുളം സെന്റ് തെരേസസ് കോളേജാണ് 2ാം സ്ഥാനത്തുള്ളത്. എറണാകുളത്തെ കോളേജുകൾ തമ്മിലാണ് വലിയ പോരാട്ടം നടക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ കലോത്സവത്തിന്റെ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കലോത്സവം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യ ദിവസം പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കോളേജുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം എന്ന് പറയാൻ സാധിക്കും. എന്തായാലും ആ വാശിയേറിയ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് SH തേവര തന്നെയാണ്. അവർക്ക് നിലവിലെ ഇപ്പോൾ ഏറ്റവും അവസാനമായ അപ്ഡേറ്റ് ആകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 50 പോയിന്റാണ്. SH തേവര 50 പോയിന്റുമായി 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. സെന്റ് തെരേസസ് കോളേജ് എറണാകുളമാണ് തൊട്ടു പിന്നാലെയുള്ളത്. അവർക്ക് 39 പോയിന്റ്. അതുപോലെ തന്നെ RLB കോളേജ് അവർക്ക് തൃപ്പൂണിത്തുറ അവർക്ക് 34 പോയിന്റ് ഉണ്ട്. 1ാം സ്ഥാനം 50 പോയിന്റ് ഉണ്ട്. അവർ അത് സ്റ്റേബിളായി തന്നെ അവരുടെ ആ ഒരു നില നിലനിർത്തുന്നു. 1ാം ദിവസം മുതൽ അവർ 1ാം സ്ഥാനത്തുണ്ട്. ഏതായാലും 2ാം സ്ഥാനത്താണ് വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായി സെന്റ് തെരേസസും അതുപോലെ തന്നെ RLB കോളേജും തമ്മിലാണ്. അവർക്ക് തമ്മിൽ 3 പോയിന്റിന് വ്യത്യാസം മാത്രമാണുള്ളത്. മഹാരാജാസ് കോളേജ് 23 പോയിന്റുമായി തൊട്ടു പിന്നാലെയുണ്ട്. അതുപോലെ തന്നെ UC കോളേജ് ആലുവ 21 പോയിന്റുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീശങ്കര കോളേജ് കാലടി 16 പോയിന്റുമായി നിൽക്കുന്നു. CMS കോളേജും ശ്രീശങ്കര കോളേജിനുമാണ് 16 പോയിന്റ്. അങ്ങനെ 6ാം സ്ഥാനത്ത് CMS കോളേജുമുണ്ട്. എറണാകുളം ജില്ലയിലെ കോളേജുകൾ തമ്മിലാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾ കൂടി വേദിയിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ഒന്ന് കോൽക്കളിയാണ്. അതുപോലെ തന്നെ നാടോടി നൃത്തം ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരുന്ന ഒരു മത്സരമാണ്. ആ മത്സരങ്ങളും ഇന്ന് പ്രധാന വേദിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് എഴുത്ത് മത്സരങ്ങളും ഒപ്പം തന്നെ മ്യൂസിക്കൽ മത്സരങ്ങളും എല്ലാം തന്നെ ഇന്ന് വിവിധ വേദികളിലായി ഏകദേശം 10ഓളം മത്സരങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളോടൊപ്പം തന്നെ ചില വിദ്യാർത്ഥികൾ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ കലോത്സവം? കഴിഞ്ഞ 5 ദിവസമായി നടക്കുന്നു. ഇത്തവണത്തെ കലോത്സവം ഒരു ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു നടന്നത്. തീർച്ചയായിട്ടും നല്ല ആവേശകരമായ മത്സരം തന്നെയാണ് നടന്നിരുന്നത്. എക്കാലത്തും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കോളേജുകൾ രജിസ്റ്റർ ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അതിനനുസരിച്ച് സംഘടനാ സമിതി എല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കോളേജുകൾ ഏകദേശം 215ഓളം കോളേജുകൾ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ 74 മത്സരങ്ങളാണ് ഇത്തവണയുള്ളത്. കൂടുതലായി 13 മത്സരങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 5 ദിവസം ഇന്ന് സമാപിക്കേണ്ട ഈ ഒരു കലോത്സവം അത് 7 ദിവസമായി 2 ദിവസം കൂടി നീണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഈ 74 മത്സരങ്ങളിൽ 1ാം സ്ഥാനത്ത് ആരെത്തും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കലാതിലകം ആയിട്ടുള്ള പോരാട്ടത്തിൽ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ അനന്തലക്ഷ്മി R CMS കോളേജിൽ നിന്നുമുള്ള അനന്തലക്ഷ്മി ആറിന്റെ പോയിന്റാണ് 10 പോയിന്റായിട്ടാണ് നമുക്കിപ്പോൾ ഓൺലൈനിൽ കാണിക്കുന്നത്. തൊട്ടു പിന്നാലെ SH തേവരയിലെ ജയശ്രീയുമുണ്ട് 8 പോയിന്റായി. ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് കലാതിലകത്തിന് വേണ്ടി നടക്കുന്നത്. ഏതായാലും വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്നു. വലിയ ചൂടുണ്ട്. എന്നിരുന്നാലും വലിയ പങ്കാളിത്തം കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും ഒപ്പം തന്നെ പൊതുസമൂഹത്തിന്റെയും വലിയൊരു പങ്കാളിത്തം നമുക്ക് ഈ വേദികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. തിരുനക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന ടോബി ജോൺസൺ ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.